ബൈബിളിൽ 12 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ബൈബിളിലെ ചില 12കൾ പരിശോധിക്കാം. യാക്കോബിൻ്റെ 12 പുത്രന്മാർ. ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയും 12ആണ്. മഹാപുരോഹിതൻ്റെ മാർപതക്കത്തിൽ പതിപ്പിച്ചിരിക്കുന്ന രത്നങ്ങൾ 12. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയവർ 12. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ക്രിസ്തു തൻ്റെ 12ാം വയസ്സിലാണ് പരസ്യമായ രംഗപ്രവേശനം ചെയ്തത്. മഹാപീഡന കാലത്ത് ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേർ വീതം 144,000 പേർ ദൈവത്തിനായി മുദ്രയിടപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ 12 അപ്പോസ്തലന്മാർ 12 സിംഹാസനങ്ങളിലിരുന്ന് ഭരണം നടത്തും. പിതാവിൻ്റെ രാജ്യമായ പുതിയ ആകാശ പുതിയ ഭൂമിയിലെ പുതിയ യെരൂശലേമിൽ 12 അടിസ്ഥാനങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ, 12 വാതിലുകൾ, 12 ദൂതന്മാർ കാവൽക്കാരായിട്ടുണ്ട്. 12 ഗോപുരങ്ങൾ, 12 ഗോപുരവും 12 മുത്ത്. ദൈവിക സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന നദിയുടെ കരയിൽ മാസം തോറും 12 വീതം ഫലം കായ്ക്കുന്ന വൃക്ഷം. ആ മനോഹരമായ സ്വർഗരാജ്യം ഭൂമിയിൽ വരുവാനായി നമുക്ക് കാത്തിരിക്കാം. ബൈബിളിൽ 12 എന്ന സംഖ്യയ്ക്ക് വളരെ